ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തല അജിത്ത് അഭിനയിച്ച വിടാമുയർച്ചി പടം ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മളിത് വന്നതേ ഉള്ളൂ. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മകിഴ് തിരുമേനി എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത്. സ്ക്രീൻ പ്ലേ എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയുടെ അതേ സാധനം അതേപടി ഒരു മാറ്റവും വരുത്താതെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് സ്ക്രീൻ പ്ലേ എന്നൊന്നും പറയാൻ പറ്റൂല. സോ അപ്പോൾ എനിവേ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നതും പുള്ളി തന്നെയാണ്. അപ്പം ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവി അതിൻ്റെ ഒരു തമിഴ് റീമേക്ക് എന്ന് തന്നെ പറയാം, വിടാമുയർച്ചി. അപ്പോൾ പടത്തിനകത്ത് അഭിനയിച്ചേക്കുന്നത് അർജുൻ, അജിത്ത്, തൃഷ, പിന്നെ റെജീന കസാൻഡ്ര എന്ന് പറയുന്ന ആക്ട്രസ്. സോ അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഒരു മെയിൻ ക്യാരക്ടേഴ്സ് നമുക്കറിയാവുന്നവർ വന്നേക്കുന്നത്. ബാക്കി എല്ലാവരും കുറേ അസർബൈജാനിലാണ് ഈ പടം ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അപ്പം അവിടുത്തെ കുറേ ആൾക്കാരും ഒക്കെയാണ് കാണിക്കുന്നത്. സോ അപ്പോൾ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാടി പോരാ. സത്യം പറഞ്ഞ അജിത്തിന് വയ്യ. കാരണം പുള്ളി ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അഭിനയിച്ചിരുന്നൊരു പടമാണ്. പുള്ളിയുടെ മുഖത്ത് എപ്പോഴും എന്താ പറയുക, നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന ഒരു അജിത്തിൻ്റെ ഒരു ആ അജിത്തിനെ ഒന്നും അല്ല നമുക്ക് ഈ പടത്തിൽ കാണുന്നത്. പുള്ളിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു മൂവി ചെയ്യാൻ. പുള്ളി അതേപോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. തൃശയാണെങ്കിൽ എന്തിനാണ് ഈ പടം കമ്മിറ്റ് ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം പുള്ളിക്കാരത്തിൽ പുറകെ നല്ല പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആൾ എന്തിനാണ് ദിസ് കൈൻഡ് ഓഫ് മൂവി ചൂസ് ചെയ്തതെന്ന് ഡോണ്ട് നോ. അർജുൻ സാർജ പുള്ളിക്കാരനാണ് വില്ലനായിട്ട് വരുന്നത്. പുള്ളിക്കാരൻ്റെ റോള്, പുള്ളിക്കാരൻ്റെ സൈഡൊക്കെ നോക്കുമ്പം ഓക്കെ, പുള്ളിക്കാരൻ്റെ ആ ഒരു ഹൈലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അജിത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുള്ളി ഓക്കെ ആണ്. ദാറ്റ്സ് ഇറ്റ്, ഓക്കെ ആണ്. പിന്നെ റെജീന കസാൻഡ്ര അർജുൻ്റെ പേരായിട്ടാണ് വരുന്നത്. അതും കുഴപ്പമില്ല. അജിത്തിൻ്റെയും തൃഷയുടെയൊക്കെ അവർ എങ്ങനെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ അവരെങ്ങനെ ഇഷ്ടത്തിലായി, അവരെങ്ങനെ ലവ് മാരേജ് ആയി, അല്ലെങ്കിൽ അവരെങ്ങനെ കല്യാണത്തിലോട്ട് വരുന്നു, അത് വേറൊരു ക്രിഞ്ച് സാധനങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രീതിയിലും നമുക്ക് കൺവിൻസ് ആവാത്ത രീതിക്ക്. ഇപ്പോൾ തൃശ അജിത്തോടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ തൃശയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഇല്ല. എന്തോ വരുന്നു, വരുന്നു, ഓക്കെ പോകുന്നു. പുള്ളിയുടെ കാര്യത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു നിരാശ പ്ലസ് ഒരു എന്താ പറയുക, താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ട് പുള്ളിക്കാരത്തെ അവിടെ നിൽക്കുന്നു. അജിത്തും എന്തൊക്കെ കാണിച്ച് പോകുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പടം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഇത്രയും കണ്ട് ഇനി സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആയിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലും കയറിയത്. അതും വൻ പരാജയമായിപ്പോയി. പടം എങ്ങനെയൊക്കെയോ കണ്ട് തീർത്ത്, അതായത് നമ്മൾ കയറിയതല്ലേ ആ ഒരു രീതിക്ക് കണ്ട് തീർത്ത്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ ബീജിയം അതൊരു രക്ഷയില്ല. പുള്ളിക്കാരൻ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബീജിയം ഈ പടത്തിന് വേണ്ടായിരുന്നു. കാരണം ഈ പടത്തിന് ആവശ്യമില്ല. കാരണം ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഒരു രീതിക്കും നമ്മളെ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു ഹീറോയ്ക്ക്, അജിത്ത് എന്ന പേഴ്സണേ അല്ല ഞാൻ ഈ പറയുന്നത്, വിടാമുയർച്ചിലുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെ ആവശ്യമില്ലാത്ത ഒരു ബീജം കുത്തി കയറ്റിക്കൊണ്ട് കുറേ സീനുകൾ വെച്ചേക്കുന്നു. ഒരാവശ്യവും ഇല്ല. പിന്നെ സിനിമോട്ടോഗ്രാഫി ഓം പ്രകാശ് അത് നൈസാണ്. ഇതിനകത്ത് കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. ഭയങ്കര പ്രതീക്ഷയിലാണ് പോയത്. കാരണം ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മൂവിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഒക്കെ നമ്മളെ എന്താ പറയുക, എഡ്ജ് ഓഫ് ദ സീറ്റിലൊക്കെ ഇരുത്തുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണുന്ന പ്രതീക്ഷയാണ് പോയത്. ബട്ട് എന്താണ്, ഒന്നുമില്ല. ഇവിടെ ഒരു സീൻ അതായത് പുള്ളിക്കാരനെ കുറച്ചൊക്കെ ടോർച്ചർ ചെയ്ത് അടിക്കുകയോ ചെയ്ത് തലക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഫുൾ ബ്ലഡ് സ്റ്റെയിനായിട്ട് നിൽക്കുമോ, കുറച്ച് വെള്ളം കൊടുത്ത് പുള്ളിക്കാരൻ ഒന്ന് വാഷായിട്ട് പുള്ളിക്കാരൻ നടന്നു പോകുമ്പം ഈ അടിച്ച പാട് അല്ലെങ്കിൽ ഈ അടി കൊണ്ട പാടൊന്നും കാണുന്നില്ല. ഓക്കെ, ബ്ലഡ് കഴുകി കളഞ്ഞു, ഓക്കെ ശരിയാണ്. പക്ഷേ ഈ മുറിവൊക്കെ എവിടെ? അങ്ങനെയൊക്കെ കുറേ ഒരു മിസ്മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് സീനും ഷോർട്സും കാര്യങ്ങളും. പിന്നെ അതുപോലെ ഇതിനകത്ത് ഹീറോ എന്ന് പറയുമ്പോൾ നമ്മൾ അജിത്ത് എന്നൊക്കെ പറയുമ്പം പുള്ളിക്കാരൻ എത്ര ഇടി, അടി, ചവിട്ട്, തൊഴി, അല്ലെങ്കിൽ പോട്ടെ അമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്താ പറയുക, പുള്ളിക്കാരൻ വീണു പോകില്ല. പുള്ളിക്കാരൻ ഇതൊന്നും ഒരു വിഷയം വരും. പക്ഷെ പുള്ളിക്കാരൻ്റെ ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു തുപ്പൽ അല്ലെങ്കിൽ ഒരു വിയർപ്പൊക്കെ വീണ് കഴിഞ്ഞാൽ വില്ലന്മാരൊക്കെ തെറിച്ച് പൊക്കോണം, അല്ലെങ്കിൽ പിന്നെ അവരൊന്നും എഴുന്നേക്കരുത്. ആ ഒരു ടൈപ്പ് ഓഫ് ഫൈറ്റ് സീനും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ അജിത്തും അർജുനും കൂടെ ഉള്ള സീനിനകത്ത് മച്ച് ബെറ്റർ ആയിട്ട് അർജുനാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ പീക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് കമ്പയർ ടു അജിത്തിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അർജുൻ ഈസ് മച്ച് ബെറ്റർ. സോ അപ്പം അങ്ങനെ ഒരു പടം ഭയങ്കര എക്സ്പെക്ടേഷനോട് പോയി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നത്.
എക്സ്പെക്റ്റേഷനോട് അത്രയൊന്നും പടം വന്നിട്ടില്ല. പടം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഏജും പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞു, അജിത്തിനെ കൊണ്ട് പറ്റുന്നില്ല. പുള്ളിക്കാരൻ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ പടം ഒരു താല്പര്യവും ഇല്ലാതെ പടം ഹാൻഡിൽ ചെയ്ത് എങ്ങനെയോ കമ്മിറ്റ് ചെയ്ത പടം എങ്ങനെയോ തീർത്തു, അത്രയേ ഉള്ളൂ. ആകെപ്പാടെ മറ്റേ പാട്ടുണ്ടല്ലോ, മറ്റേ സെബറ്റിക്ക് ആ പാട്ട് തിയേറ്റർ കേൾക്കാൻ നൈസായിട്ടോ. ആ പാട്ടിനകത്ത് മാത്രം പുള്ളിക്കാരൻ കുറച്ച് ഡി-ഏജിങ് ചെയ്തിട്ടാണോ അതോ പുള്ളിക്കാരൻ്റെ ഒറിജിനലായിട്ട് പുള്ളിക്കാരൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ചാമിങ് ആണോ അറിയത്തില്ല. ബട്ട് എനിവേ ആ പാട്ടിനകത്ത് മാത്രം പുള്ളിക്കാരനെ കാണാൻ ഇച്ചിരി നല്ല രസമുണ്ട്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ രസമാണ്. ബട്ട് ബാക്കിയുള്ള സീനുകളും കാര്യങ്ങളും ഒക്കെ വയ്യ. ഫൈറ്റ് സീൻ ആയിക്കോട്ടെ ഒന്നും സുഖമല്ല. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു സാധാ ആളാന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ഈ ഗൺസ് യൂസ് ചെയ്തൊന്നും വലിയ ശീലമൊന്നും ഇല്ലാത്ത ആളാണ്. ബട്ട് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്യുന്ന എല്ലാവരും കറക്റ്റായിട്ട് എല്ലാവർക്കും കൊള്ളേണ്ട അടുത്ത് തന്നെ വെടി കൊള്ളുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പുള്ളിക്കാരൻ ഗണ്ണുമായിട്ട് യൂസ്ഡ് ഒന്നും അല്ലാത്തൊരാൾ എങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു, ഒന്നും കൺവിൻസിങ് അല്ലാത്ത കുറേ കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ് അതൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ വെക്കണമായിരുന്നു. പുള്ളി അതായിരുന്നു, പുള്ളി ഇതായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റോറിയും കൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയേനെ. വിസിലടിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ അജിത്തിൻ്റെ വിജയൊക്കെ പടത്തിന് കയറുന്നത്. ബട്ട് അങ്ങനെ വന്നവർക്ക് പോലും ഒരു രീതിയിലുള്ള വിസിൽ മൊമെൻറ്റ് പോലും അവിടെ ഉണ്ടായില്ലേ ഈ പടത്തിനകത്ത്. സോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അല്ലാത്തവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ പിന്നെപ്പോഴൊക്കെ കാണാം. സോ ഒരു ആവറേജ് പടം അത്രയൊക്കെ ഉള്ളടേ. അപ്പോൾ